എനിക്കായി കരുതും അവൻ നല്ലയോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. നമ്മൾ തുടർന്ന് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചിന്താവിഷയം ദൈവീക കരുതൽ. നമ്മൾ ദൈവീകമായ വിടുതലും ദൈവീകമായ ഉയർച്ചയും പറ്റി നമ്മൾ അല്പമായിട്ട് പഠിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു ചിന്തയാണ് ദൈവീകമായ കരുതൽ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ കരുതൽ അനുഭവിക്കാത്ത ആരുമില്ല. എല്ലാവരും ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ കരുതൽ ആഗ്രഹിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ്. ഞാൻ ഈ കരുതലിനെ പറ്റി പഠിച്ചപ്പോൾ, അതിൻ്റെ അർത്ഥത്തെ പഠിച്ചപ്പോൾ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പല അർത്ഥങ്ങളാണ് ഈ കരുതൽ എന്നുള്ളതായ ഒരു വാക്കിൽ. സൂക്ഷ്മത, ശ്രദ്ധ, ദീർഘദൃഷ്ടി, സൂക്ഷിക്കുക, സന്നദ്ധത, ശുശ്രൂഷിക്കുക, അങ്ങനെ പല തരത്തിലുള്ള അർത്ഥങ്ങൾ ഇതിന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ലോകത്തിൻ്റെ കരുതൽ എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടിലോ ഒതുങ്ങും. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ദൈവീക കരുതലിനെ പറ്റി പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതായ ഒരു പാക്കേജ് പോലാണ് ദൈവത്തിൻ്റെ കരുതലിനെ പറ്റി നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു മനുഷ്യന് ഒരാളെ കരുതുവാനായിട്ട് പരിധികളും പരിമിതികളുമൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ ഈ അർത്ഥത്തിൻ്റെ അകത്ത് ഒതുങ്ങുന്നതായ ആ ഒരു അനുഭവമാണ്. ചിലർ സാമ്പത്തികമായിട്ട് കരുതും, അവർക്ക് നമ്മളെ മറ്റൊരു തരത്തിൽ കരുതുവാനായിട്ട് കഴിയുകയില്ല. ചിലർ സമയം തന്ന് നമ്മളെ കരുതും, അവർക്ക് അതുമാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ ഈ ദൈവീക കരുതൽ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കരുതലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഒരു ആമുഖമായിട്ട് ചില ചിന്തകളെ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥനയോടെ വരും ദിവസങ്ങൾ നമ്മളിത് പഠിക്കുകയും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതായ നമ്മുടെ പഠനങ്ങളും ചിന്തകളുമൊക്കെ നമുക്കൊക്കെ ഒരു അനുഗ്രഹമായി തീർന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം നമ്മൾ പഠിക്കും തോറും, അതിലാശ്രയിക്കും തോറും, അതനുസരിക്കും തോറും നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളെ, ആത്മീയമായ ഒരനുഭവത്തെ, ഒരു ആത്മസംതൃപ്തിയിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവിക കരുതലും മാനുഷിക കരുതലും തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ അത് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ 21-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഹാഗാറിൻ്റെയും പൈതലിൻ്റെയും ജീവിതത്തിൽ അബ്രഹാമിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കരുതലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ അധ്യായം നമ്മൾ വായിച്ചു നോക്കണമേ. പ്രത്യേകമായിട്ട് നമുക്കറിയാമല്ലോ, അവിടെ ഹാഗാർ ഭവനത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പൈതലുമായിട്ട് അവിടെ നിന്നും ഓടിപ്പോകേണ്ടതായ ഒരു സാഹചര്യം വരുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ട് പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം കുട്ടിയെ ഒരിടത്ത് കിടത്തിയിട്ട് അവൾ കരയുകയും മാറി നിന്ന് കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞ് അവിടെ നിലവിളിക്കുന്നു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും നിലവിളി. ആ മരുഭൂമിയിൽ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഒരു മാനുഷികമായ കരുതലിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്നതായ ഒരനുഭവമാണ്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നതായ ഒരു വലിയ സവിശേഷത, ആ നിലവിളി കേട്ട ദൈവം അവിടെ വന്ന് ഹാഗാറിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇപ്രകാരം പറയുന്നു: നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. അതിനുമുമ്പ് പറയുന്നു അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ ഇപ്രകാരമാണ് പറയുന്നത്: അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ആ 18-ാം വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് ഇപ്രകാരം: അവൾ ഒരു നീരുറവ ആ മരുഭൂമിയിൽ അവൾ കണ്ടു,
ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. അവിടെയും തീർന്നില്ല. അതിനുശേഷമുള്ളതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. അവൻ മരുഭൂമിയിൽ പാർത്തു. ദൈവം ബാലനോട് കൂടെയുണ്ടായിരുന്നു. അവൻ പാർത്തത് മരുഭൂമിയിലായിരുന്നു. ഇവിടെ 2 കരുതലിനെയാണ് കാണുന്നത്. ഒന്ന്, ഭവനത്തിൽ നിന്നും ഇറക്കി വിടുന്ന അബ്രഹാം കൊടുത്തു വിട്ടത് ഒരു തുരുത്തി വെള്ളമാണ്. പ്രിയമുള്ളവരെ, ആ ഒരു തുരുത്തി വെള്ളത്തിന് പരിധികളും പരിമിതികളും ഉണ്ടായിരുന്നു. അത് തീർന്നുപോയി. അതിനുശേഷം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അവർ പോവുകയാണ്. എന്നാൽ അവരുടെ നിലവിളിയെ കേട്ട ദൈവം അവർക്ക് വേണ്ടി മരുഭൂമിയിൽ തുറന്നത് ഒരു തുരുത്തി വെള്ളമല്ല, മറിച്ച് ഒരു വറ്റാത്ത നീരുറവ. ഒരു പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ ആ മരുഭൂമിയിൽ അവൻ വളർന്നു പാർത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ വെള്ളം അല്ലെങ്കിൽ ദൈവം തുറന്നതായ ഈ നീരുറവ അവർക്ക് അനേക ദിവസങ്ങളിൽ കുടിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്നും ദൈവം അവർക്ക് വെള്ളം നൽകി എന്നുള്ളതാണ്. ഇവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, കരുതുന്ന ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ കരുതലിന് ഒരു പരിധിയും പരിമിതികളൊന്നുമില്ല. എന്നാൽ മാനുഷികമായ കരുതലുകൾ എവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുവോ അവിടെ നമുക്ക് ഒരു പരിധിയുണ്ടതിന്. അത് വറ്റിപ്പോകുന്നതാണ്, അത് തീർന്നു പോകുന്നതാണ്. അബ്രഹാം ഇത്രയും വലിയ സമ്പന്നനായ ഒരു മനുഷ്യനായിട്ടും ഹാഗാറിന് കൊടുത്തുവിട്ട ആ ഒരു തുരുത്തി വെള്ളത്തിന് അത് തീർന്നുപോയി. അത് തീർന്നതിന് ശേഷം അവരൊരു വലിയ പ്രതിസന്ധിയിലായി. അബ്രഹാമിൻ്റെ കരുതൽ അത്രയേ ഉള്ളൂ. എത്ര വലിയ മനുഷ്യനായാലും എത്ര സമ്പന്നനായാലും ഈ ഭൂമിയിലെ എത്ര മഹത്വമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും മാനുഷികമായ ആ കരുതലുകൾക്ക് അവിടെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് തീർന്നു പോകുന്നതാണ്, വറ്റിപ്പോകുന്നതാണ്. അത് നമ്മളെ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നതാണ്. എന്നാൽ അവിടെയാണ് ദൈവം തുറന്നത് അത് വറ്റാത്ത നീരുറവ. അവിടെയാണ് ദൈവിക കരുതലിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്നത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ഒരുപക്ഷെ പ്രഭുക്കന്മാരിലൊക്കെ ആശ്രയിച്ചാൽ 1-2 ദിവസം അവർ നമ്മളെ നോക്കിയെന്നിരിക്കും. എന്നാൽ അതിനുശേഷം നമ്മുടെ ജീവിതം ദുരിതപൂർണമായിട്ട് മാറും. ഇന്ന് അനേകർ അതനുഭവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, മാനുഷികമായ കരുതലുകൾ ക്ഷണികമാണ്, ദൈവികമായ കരുതൽ നിത്യമാണ്, അത് ശാശ്വതമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനിക്കാം, എനിക്കിന്ന് ഏത് കരുതലാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ദൈവിക കരുതലിന് വേണ്ടിയിട്ട് ആ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ദൈവിക വിടുതലും ദൈവിക ഉയർച്ചയും ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് പഠിച്ചു കർത്താവേ. ഇനിയും തുടർന്ന് ഞങ്ങൾ ഈ ദൈവിക കരുതലിനെ പറ്റി പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ ആശ്രയിപ്പാനുള്ളതായ കൃപ നൽകുമാറാകണമേ. ഞങ്ങളാരും മാനുഷികമായ കരുതലിൽ വീണ് ദുരിതങ്ങൾ അനുഭവിപ്പാനിടയാകാതെ ഞങ്ങളെ വിളിച്ച, ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകളെ അറിയേണ്ടതുപോലെ അറിഞ്ഞനുഭവിച്ച് ആ ദൈവനാമ മഹത്വത്തിനായി നിത്യതയോളം നിലനിൽപ്പാൻ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.